നമ്മൾ ഒരുപാട് വീഡിയോകളിലായിട്ട് D2C ബിസിനസ്സുകളെ കുറിച്ച് സംസാരിച്ചു വരികയാണ് അല്ലേ. D2C ബ്രാൻഡ് തുടങ്ങാൻ പോകുന്ന ഒരു ഫൗണ്ടർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഓൺടർപ്രണർ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആദ്യത്തെ ഒബ്സഷൻസ് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പ്രീമിയം ആയിട്ടുള്ള ഒരു പാക്കേജ് അല്ലേ, പ്രീമിയം ലെവൽ ഓഫ് ബ്രാൻഡിങ്, ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ഹൈ ക്വാളിറ്റിയിൽ, അത് ഭയങ്കര ഒരു വലിയ പ്രൈസിൽ, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഗോൾഡ് എസ്തെറ്റിക്സിലൊക്കെ അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ലുക്ക് വൈസ് പ്രീമിയം ആയിട്ട് ആ പ്രൊഡക്റ്റ് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ, ഒരു പ്രീമിയം പ്ലേസ്മെൻറ്റ് നമുക്ക് അതിന് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ രീതിക്ക് അതിനെ ചാർജ് ചെയ്യാം, പ്രൈസ് ഇടാം, അതുകൊണ്ട് തന്നെ വലിയൊരു മാർജിൻ നമുക്ക് കിട്ടും. സോ വി ക്യാൻ ഏൺ ലിറ്ററലി ഹ്യൂജ് പ്രോഫിറ്റ്സ് എന്നുള്ള ഒരു കാര്യം വെച്ചിട്ടായിരിക്കും മെജോറിറ്റി D2C ബ്രാൻഡുകളും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് സത്യമായ കഥ. എന്നാൽ ഇങ്ങനെ തുടങ്ങുന്ന ഈ പറയുന്ന ലക്ഷറി ഫീൽ കൊടുക്കുന്ന, പ്രീമിയം ഫീൽ കൊടുക്കുന്ന, ലുക്ക് വൈസ് പ്രീമിയം കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ബ്രാൻഡുകൾ സ്മോൾ സ്കെയിലിൽ തുടങ്ങുന്നവരൊന്നും ഒരു തരത്തിലും സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതും ഫെയിലിയർ ആവുകയാണ് എന്നുള്ളതുമാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. സോ ഇതെന്തുകൊണ്ടാണ് ഈ പ്രീമിയം ലുക്കിന് വേണ്ടിയിട്ട് തേടിപ്പോകുന്ന സ്മോൾ സ്കെയിലിൽ തുടങ്ങുന്ന തുടക്കക്കാരായിട്ടുള്ള D2C ബ്രാൻഡുകളെല്ലാം ഫെയിലർ ആവാനുള്ള റീസൺസ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൽ ആദ്യത്തെ റീസൺ നമ്മൾ നോക്കുന്ന സമയത്ത്, ഒരു പ്രീമിയം ലുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹൈ എക്സ്പെക്റ്റേഷൻസ് ആണ് ഉണ്ടാകുന്നത്. പക്ഷേ ഒരു സ്മോൾ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് അവിടെ കൊടുക്കാനും വേണ്ടി പറ്റുക. അപ്പോൾ അവർക്കൊരിക്കലും ആ ഒരു എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവില്ല. എന്തൊക്കെയായിരിക്കും അവരുടെ എക്സ്പെക്റ്റേഷൻസ്? ആ ഒരു പ്രീമിയം ഔട്ട്ലുക്ക് കാണുന്ന സമയത്ത് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ്, ഒരു യുണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഇതെല്ലാം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഫാസ്റ്റർ ആയിട്ടുള്ള കസ്റ്റമർ സപ്പോർട്ട് എല്ലാം എക്സ്പെക്റ്റ് ചെയ്ത്. പക്ഷേ എന്താണ് സത്യാവസ്ഥ? നമ്മളൊരു സ്മോൾ സ്കെയിൽ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വലിയൊരു ഹൈ ക്വാളിറ്റിയിലോട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ചിലപ്പോൾ എത്തിക്കാൻ പറ്റിക്കോളുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ക്വാളിറ്റി ആയിരിക്കും കസ്റ്റമറിന് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു സംഗതി എന്ന് പറയുകയാണെങ്കിൽ, ഇവരുടെ കസ്റ്റമർ സപ്പോർട്ടോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് അതിനെ മാനേജ് ചെയ്യാനുള്ള ബെസ്റ്റ് ഫോർമുലയിലോട്ടൊക്കെ നമ്മൾ എത്തുന്നുണ്ടാവുള്ളൂ. നമ്മളെ ഫോർമുലയൊക്കെ ഇപ്പോൾ ആവറേജ് ആയിരിക്കും, ബിസിനസ് മോഡലൊക്കെ ആവറേജ് ആയിരിക്കും, കാരണം നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ. പക്ഷേ ആ ഒരു ഫസ്റ്റ് ഔട്ട്ലുക്കിൽ പ്രീമിയം ഔട്ട്ലുക്ക് കണ്ട് പ്രീമിയം എക്സ്പെക്റ്റേഷൻ വെച്ച് വരുന്ന കസ്റ്റമർക്ക് ആ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ആവാതെ വരുമ്പോൾ, ഒരു ആവറേജ് എക്സ്പെക്റ്റേഷൻ മാത്രമായി മാറുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നെഗറ്റീവ് ഫീലാണ് ഉണ്ടാകുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇത് നെഗറ്റീവ് റിവ്യൂസിലോട്ട് ലീഡ് ചെയ്യുകയും കസ്റ്റമർ റിട്ടേൺഷൻ കുറയുന്ന സിറ്റുവേഷൻസ്, അതല്ലെങ്കിൽ അവർ വീണ്ടും നെക്സ്റ്റ് പർച്ചേസിലോട്ട് പോകാതിരിക്കാനുള്ള കാരണമാവാൻ ഇതും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ട്രെയിലർ കണ്ട് മൂവിക്ക് പോകുന്ന സമയത്ത് ഒരു റിവ്യൂ കാണാൻ പോവുകയാണെങ്കിൽ ആ റിവ്യൂവിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു മൂവിയാണ് എന്ന് പറയപ്പെടുകയും നമ്മൾ ആ എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട്, ആ ഹൈപ്പ് വെച്ചുകൊണ്ട് നമ്മൾ ആ മൂവി കാണാൻ വേണ്ടി പോയി, നമുക്ക് ആ മൂവി വലിയൊരു സംഭവമൊന്നുമില്ല, ഒരു ആവറേജ് മൂവിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിൽ നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാവും അല്ലേ. നമ്മൾ ആ ഫസ്റ്റ് ഇംപ്രഷൻ എന്ത് ചെയ്യും, ബാഡ് ഇംപ്രഷനായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് ആർക്കും സജസ്റ്റ് ചെയ്യുകയോ നമ്മളതിൽ വീണ്ടും കാണുകയോ അല്ലെങ്കിൽ വീണ്ടും പർച്ചേസ് ചെയ്യുകയോ, പ്രൊഡക്റ്റിൻ്റെ കേസിലാണെങ്കിൽ വീണ്ടും പർച്ചേസ് ചെയ്യുകയോ നമ്മൾ ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ നമ്മൾ പറയില്ലേ, അത് ഡ്രോപ്പ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഈ സ്മോൾ സ്കെയിലുകളുടെ ഇനീഷ്യൽ പ്രീമിയം ഫേക്ക് ചെയ്യുന്നതിലൂടെ ഉണ്ടാവുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് അതിൽ നിന്നുള്ള ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്. അടുത്തൊരു രണ്ടാമത്തെ റീസൺ നമ്മൾ നോക്കുന്ന സമയത്ത്, പ്രീമിയം പ്രൈസിങ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ നമ്മുടെ വോളിയത്തെ കില്ല് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ ഒരു D2C ബ്രാൻഡിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു 899 ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരു ആവറേജ് ബൈയിങ് കപ്പാസിറ്റി ഫോർ സ്കിൻ കെയർ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 199 to 399 ഒക്കെ മാക്സിമം ആണ്. ആ സിനാരിയോയിൽ നമ്മളൊരു 899 ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ നമുക്ക് വോളിയം കുറയുകയും ക്യാഷ് ഫ്ലോ കുറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. സോ മാർക്കറ്റിൽ നമുക്ക് ഒരു മാർക്കറ്റ് ക്യാഷ് ഫ്ലോ കുറയുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ലോസിലോട്ട് പോകുന്ന സിറ്റുവേഷൻ, നമുക്ക് വലിയൊരു ബേർഡനായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. സോ ആ ഒരു പ്രീമിയം പ്രൈസിങ് നമ്മൾ ചൂസ് ചെയ്തതുകൊണ്ട് നമുക്ക് വോളിയം ഗ്രാബ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് സംബന്ധിച്ചിടത്തോളം ക്യാഷ് ഫ്ലോ ഇല്ലാതെ വരുമ്പോൾ ഒരു ഓക്സിജൻ കിട്ടാത്ത പോലെ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ബ്രീത്ത് എടുക്കാൻ വേണ്ടി പറ്റാത്ത സിറ്റുവേഷനിലോട്ട്, ക്യാഷ് ഫ്ലോ ആണ് എൻ്റയർലി നമ്മൾ നോക്കുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ ബ്രീത്ത് അല്ലെങ്കിൽ ഓക്സിജൻ എന്ന് പറയുന്നത്, അതില്ലാത്ത സിറ്റുവേഷൻ വരുമ്പോൾ അത് നമ്മുടെ ബ്രാൻഡിനെ, നമ്മുടെ കമ്പനിയെ, നമ്മുടെ ബിസിനസ്സിനെ കില്ല് ചെയ്യാനുള്ള സിറ്റുവേഷനായിട്ട് ആ പ്രീമിയം പ്രൈസിങ് മാറുന്നു എന്നുള്ളതും ഇന്ത്യയിലെ D2C ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഒരു ഫെയിലിയർ റീസൺ ആണെന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, D2C ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ അക്വിസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണല്ലേ. അത് തന്നെ ഒരു പ്രീമിയം ലെവലിലുള്ള കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിനെ അക്വിസിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് വലിയൊരു കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് അവിടെ നീഡ് തന്നെയാണ്.
ഒരു പ്രീമിയം ഒരു കസ്റ്റമർ നോക്കുന്ന സമയത്ത് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം പ്രോഡക്റ്റുകളിലോട്ട് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ്, ക്ലിനിക്കൽ പ്രൂഫുകൾ, അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്റ്റുകൾ, പാക്കേജിങ് എക്സ്പീരിയൻസുകൾ, ഇതൊക്കെ കൊടുക്കാനും വേണ്ടി പറ്റിയാൽ, ഇതുപോലെ തന്നെ കസ്റ്റമർ എക്സ്പീരിയൻസിൽ തന്നെ കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളും കറക്റ്റായിട്ടുള്ള ലോജിക് സിസ്റ്റം, ആ ഒരു ഫീലും ക്വാളിറ്റിയും റിട്ടേൺഷനൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രീമിയം എന്ന രീതിയിൽ ആ കസ്റ്റമറിന് അതിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രീമിയം കസ്റ്റമേഴ്സിനെ അക്വിസിഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രീമിയം കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രാൻഡ് ക്രെഡിബിലിറ്റി എന്നുള്ളത് അവർ തീർച്ചയായിട്ടും നോക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്ലോബൽ ലെവൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ പ്രീമിയം കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗ്ലോബൽ ലെവലിലുള്ള പല ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് ഇന്ത്യയിൽ ഒരു D2C ബ്രാൻഡ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗ്ലോബൽ ലെവൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഏർലി സ്റ്റേജ് ഫൗണ്ടറെ സംബന്ധിച്ചിടത്തോളം, D2C ബ്രാൻഡ് ഓണറെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, വലിയൊരു ബ്രാൻഡ് ക്രെഡിബിലിറ്റി കൊണ്ടുവരിക എന്ന് പറയുന്നത്, വലിയൊരു രീതിയിൽ ബ്രാൻഡിങ് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നതോ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് എൻഷുർ ചെയ്യുക, ക്ലിനിക്കൽ അതോറിറ്റീസ് ക്ലിനിക്കൽ റിപ്പോർട്ട്സ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രീമിയം കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു, ഈ ബ്രാൻഡിനെ അവോയ്ഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരും. എന്നാൽ മിഡിൽ ലെവലിലുള്ള ആളുകളിലോട്ട് നോക്കുന്ന സമയത്ത് അവരിതിലോട്ട് ഈ പ്രൈസ് ലെവലും കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ അവരതിലോട്ട് അപ്രോച്ച് ചെയ്യാത്ത സിറ്റുവേഷൻ വരും. അപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ സ്റ്റെക്ക് ആവുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളുടെ D2C ബ്രാൻഡ് ശ്വാസം മുട്ടി നിൽക്കുന്ന അവസ്ഥ വരുന്നത്. നാലാമത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വളരെ വേദനയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രീമിയം ഔട്ട്ലുക്കിന് വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് ഓഫ് മണി ലിറ്ററലി ബേൺ ചെയ്യാണ് D2C ഫൗണ്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏർലി സ്റ്റേജ് ഫൗണ്ടേഴ്സ് ഈ D2C എൻട്രിക്ക് വേണ്ടിയിട്ട്, പ്രീമിയം ഔട്ട്ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രീമിയം ആയിട്ടുള്ള വലിയ സ്കെയിലുള്ള ഹൈ ക്വാളിറ്റി പാക്കേജിങ്ങിൽ വളരെയധികം സ്പെൻഡ് ചെയ്യുന്നു. ഇതിൻ്റെ UX ഡിസൈൻ ബേസിൽ അവർ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർ ക്യാമ്പയിൻസിനും സെലിബ്രിറ്റി അക്വിസിഷൻസിനൊക്കെ വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ ഒരു ഫാൻസി വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് രൂപ സ്പെൻഡ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഒരു അൺവാണ്ടഡ് സ്പെൻഡ് ഇൻ ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിങ്ങിൽ ചെയ്തുകൊണ്ട് സെയിൽസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ വലിയൊരു ഡെറ്റിലാണ്, വലിയൊരു ബേർഡനും കൊണ്ടിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കടമ്പ അവിടെ ഓൾറെഡി കടക്കാനുണ്ട്. മൈനസിൽ നിന്നാണ് ആ കമ്പനി തുടങ്ങുന്നത്. അത് ആ കമ്പനിയുടെ ഒരു സ്മൂത്ത് എഫേർട്ട്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്ലോയിനെ നല്ല രീതിയിൽ ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഒരു അൺവാണ്ടഡ് സ്പെൻഡ്, ഇത്തരത്തിൽ അപ്ഫ്രണ്ട് ആയിട്ട് മണി ബേണിങ് വരുന്നത് തന്നെ ഈ D2C ബ്രാൻഡുകളെ കില്ല് ചെയ്യുന്നതിനുള്ള അടുത്തൊരു ഫെയിലർ ചാൻസസ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ തന്നെ നമ്മൾ ഇന്ത്യൻ കൺസ്യൂമേഴ്സിൻ്റെ ഒരു പ്രത്യേകത നോക്കുന്ന സമയത്ത് ഇവരാരും തന്നെ ഈ വാനിറ്റിയുടെ പിന്നാലെ പോകുന്ന ആൾക്കാരല്ല, വാല്യൂയുടെ പിന്നാലെ പോകുന്ന ആൾക്കാരാണ്. ഇന്ത്യൻ കൺസ്യൂമേഴ്സിന് കൃത്യമായിട്ടുള്ള വാല്യൂ പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് അവർ നമ്മളുടെ കൺസ്യൂമേഴ്സായിട്ട് എന്നും നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ, റിട്ടേൺഷൻ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആപ്പിൾ അല്ലെങ്കിൽ ഐഫോൺ എന്നുള്ള ബ്രാൻഡിൽ ആപ്പിളിൻ്റെ ഐഫോൺ പർച്ചേസ് ചെയ്യുന്ന, ഈവൻ ഷോ ഓഫിന് വേണ്ടിയാണെന്ന് തന്നെ കൂട്ടിക്കുക, ഷോ ഓഫിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടെ അവർ ബിഗ് ബജാറിൽ പോയിട്ട് അവിടുത്തെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഇന്ത്യൻ കൺസ്യൂമേഴ്സിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള വാല്യൂ അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ മാത്രമാണ് നിങ്ങൾക്ക് D2C ബ്രാൻഡിൽ ഒരു പ്രീമിയം ഔട്ട്ലുക്കിൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ വാല്യൂ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാതെ, കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ, കൺവിൻസിങ് അല്ലാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ആ ബ്രാൻഡിന് സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു കാര്യമായിരിക്കും. സോ നമ്മൾ കുറേ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു അല്ലേ. ഇനി നിനക്കൊരു ഫിക്സ് എന്താണ്, നിനക്കൊരു സൊല്യൂഷൻ എന്താണെന്ന് കൂടി നമുക്ക് സംസാരിക്കണം അല്ലേ. അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ആദ്യം തന്നെ പോയി ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യല്ല വേണ്ടത്, ഒരു അഫോർഡബിൾ പ്രീമിയം പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുകയാണ് ഇന്ത്യൻ D2C ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാൻ, ഇന്ത്യൻ D2C മെത്തേഡ്സിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗുഡ് പാക്കേജിങ്, അതായത് നല്ലൊരു ക്വാളിറ്റി പാക്കേജിങ്, ക്വാളിറ്റി പ്രൊഡക്റ്റ്, ക്വാളിറ്റി പ്ലേസ്മെൻറ്റ്സ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ, കൂടുതലായിട്ടും ക്വാളിറ്റി എക്സ്പീരിയൻസ് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ബ്രാൻഡിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. കാരണം ഒരു 1500 അല്ലെങ്കിൽ 1000 എബോവ് ഉള്ള ഒരു പ്രൈസിംഗ് എന്നൊക്കെ പറയുന്ന ഒരു D2C പ്രോഡക്റ്റ്, സിംഗിൾ പ്രോഡക്റ്റിന് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഇന്ത്യൻ കൺസ്യൂമേഴ്സിൻ്റെ ഒരു ബജറ്റിൽ അത് വളരെ പാടാണ്. അവിടെ ഒരു 399 to 699 ലെവലിലൊക്കെ പ്രൈസ് റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകൾ, അതേ പ്രൊഡക്റ്റിൻ്റെ മറ്റൊരു ബ്രാൻഡിൻ്റെ അത് ഒരു 1500 അബോവ് പോകുന്ന സമയത്ത് ആളുകൾക്ക് അതിൽ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ വലുതാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. സോ അവിടെ നിങ്ങൾ കൂടുതൽ ഈ പറയുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിൽ, നല്ല ക്വാളിറ്റിയിൽ, നല്ല പാക്കേജിങ്ങിൽ പ്രൊഡക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വാല്യൂ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയം നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ബിസിനസ്സിൽ കൃത്യമായിട്ട് വലിയൊരു ഓഡിയൻസിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഫാസ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റ് അഡോപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാനും നെക്സ്റ്റ്
നിങ്ങൾക്കൊരു ഹൈ റിപ്പീറ്റ് വാല്യൂ ഉള്ള ബ്രാൻഡായിട്ട് മാറാനും ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്ത് നിങ്ങളുടെ ബ്രാൻഡിന് എൻഷുർ ചെയ്യാനും നിങ്ങളുടെ D2C ബിസിനസ്സിനെ ഫ്ലറിഷ് ചെയ്ത് കൊണ്ടുപോകാനും നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ D2C ബ്രാൻഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ബിൽഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി D2C ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് ചേസ് പ്രീമിയം, യു ചേസ് അഫോർഡബിൾ പ്രീമിയം, യു ബിൽഡ് അഫോർഡബിൾ പ്രീമിയം, ദെൻ യു ക്യാൻ ഇവഞ്ച്വലി സ്കെയിലബിൾ, സസ്റ്റൈനബിൾ, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു D2C ബിസിനസ് നമ്മുടെ ഇന്ത്യയിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. എനിക്കിതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഫൗണ്ടേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, പ്രൈസ് ഫോർ റിപ്പീറ്റ്, നോട്ട് ഫോർ ഈഗോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം ഒരു പ്രീമിയം പ്രോഡക്റ്റ് പല ആൾക്കാരും കാണാറുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ ഈ പ്രീമിയം പ്രോഡക്റ്റ് കണ്ടതുകൊണ്ട് ഞാനത് വാങ്ങി അല്ലേ, അങ്ങനെ പറയുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ. പക്ഷേ അത്തരത്തിലുള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ ആ ഒരു കസ്റ്റമർ നമുക്ക് റിട്ടൻഷൻ കീപ്പ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലേ. അവിടെ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റായിട്ട് നിങ്ങൾ മാറിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഈ പറഞ്ഞ പോലെ തന്നെ D2Cയിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഒരു ഈഗോൻ്റെ പുറത്ത് ആളുകൾ പ്രീമിയം ഷോ ഓഫിന് വേണ്ടി മാത്രം വാങ്ങുന്ന പ്രൊഡക്റ്റാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളതാണ്. പക്ഷേ റിപ്പീറ്റ് വാല്യൂ ഉള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പാക്കേജിങ് നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ക്വാളിറ്റി ആയിരിക്കണം നിങ്ങളുടെ പ്രീമിയം. അതല്ലാതെ നിങ്ങളൊരു ഫാൻസി ആയിട്ടുള്ള ഫീലല്ല ഒരിക്കലും നിങ്ങളുടെ ക്വാളിറ്റി പാക്കേജിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡിസൈൻ വൈസിൽ നിങ്ങൾ കൊടുക്കുന്ന ഫാൻസിനെസ്സോ അല്ലെങ്കിൽ അതിൻ്റെ കളർഫുൾ ആയിട്ടുള്ള ഒരു അറ്റൻഷന് മാത്രമായിരിക്കില്ല നിങ്ങളുടെ പ്രീമിയം ക്വാളിറ്റി നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. അതിൽ മൂന്നാമതൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബിൽഡ് ട്രസ്റ്റ്, നോട്ട് ഹൈപ്പ്. നിങ്ങളുടെ ഹൈപ്പിൻ്റെ പിന്നാലെ പോവല്ല, അല്ലെങ്കിൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഒരു ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റിയാണ് നിങ്ങളുടെ ബ്രാൻഡിന്, നിങ്ങളുടെ D2C ബിസിനസ്സിന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ലോങ് ടേമിലോട്ട് നിങ്ങളുടെ ബ്രാൻഡിനെ സസ്റ്റെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് ഇവഞ്ച്വലി ഒരു അഫോർഡബിൾ പ്രൊഡക്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഏൺ പ്രീമിയം ഇൻ ലോങ് ടേം. അതായത് ലോങ് ടേമിലോട്ട് നിങ്ങളൊരു പ്രീമിയം ബ്രാൻഡായിട്ട് പൊസിഷൻ ചെയ്യാനോ പ്ലേസ്മെൻറ്റിലോട്ട് എത്തിക്കാനോ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ബ്രാൻഡിനെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ആദ്യം തന്നെ നിങ്ങൾ പോയിട്ടൊരു പ്രീമിയമോ അല്ലെങ്കിൽ ലക്ഷറിയോ ട്രാക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ D2C ബ്രാൻഡിൽ ഫിക്സ് ചെയ്തുകൊണ്ട്, ഈ പറയുന്ന റെഡ് ഫ്ലാഗ്സുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട്, അതിനെല്ലാം ചെക്ക് ലിസ്റ്റ് ആക്കി മാറ്റിക്കൊണ്ട്, അതിനെല്ലാം സൊല്യൂഷൻസ് നിങ്ങളുടെ ബ്രാൻഡിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ D2C ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോങ് ടേം സസ്റ്റൈനബിൾ ആയിട്ടുള്ള, സക്സസ്ഫുൾ ആയിട്ടുള്ള, പ്രോഫിറ്റബിൾ ആൻഡ് സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു D2C ബിസിനസ് ഇന്ത്യയിൽ നമ്മുടെ കൺസ്യൂമേഴ്സിൽ നിന്ന്, നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ബിൽഡ് ചെയ്യാനും, ഒരു വലിയ മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു ബിഗ്ഗർ കമ്പനി എംപയർ ആയിട്ട് അതിനെ കൊണ്ടുപോകാനും നിങ്ങൾക്ക് പറ്റും. അതിനുള്ള എല്ലാ ടിപ്സും ട്രിക്സും നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് ഇനിയും ഒരുപാട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സുകളും D2C റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ B2B റിലേറ്റഡ് ആയിട്ടും ബിസിനസ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ടപ്പുകളെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസും റിസർച്ചസും നമ്മളുടെ എക്സ്പീരിയൻസും എല്ലാം നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയിൽ ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരു കോണ്ടന്റുമായിട്ട് നമുക്ക് കാണാം, ഒരുപാട് ഇൻഫർമേഷൻസുമായിട്ട്, ഒരുപാട് ഇൻസൈറ്റ്സുമായിട്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻസും ഈ ഇൻസൈറ്റ്സും ഒന്നും മിസ് ഔട്ട് ആവാണ്ടിരിക്കാൻ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓൺ ആക്കി വെക്കുക.